ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ഭാഗമാണ് ജോയ് ദ ആൻഡ്. ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ് ജോയ് ദ ആൻഡ്. ജോയ് എന്ന ഉറുമ്പ് അല്ലേ. ആൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉറുമ്പാണ്. നമുക്കറിയാമത്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാ. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ, നമ്മുടെ ആദ്യത്തെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇത് ഉറുമ്പിനെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ്. അതിൽ ആരൊക്കെയുണ്ട്? കുറച്ച് കോക്രോച്ചസ് ഉണ്ട്. ഇവിടെ കണ്ട കോക്രോച്ചസിനെ കാണുന്നില്ലേ? കോക്രോച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? പാറ്റകൾ കേട്ടാ. ചിലവരുടെ അടുത്ത് ഇത് കൂറ എന്നൊക്കെ പറയും അല്ലേ, കൂറകൾ അല്ലെങ്കിൽ പാറ്റകൾ. അപ്പോൾ ജോയ് ദ ആൻഡ് എന്ന് പറയുന്ന പാഠഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കിതിൽ ആരൊക്കെയുണ്ട്? കോക്രോച്ചസ് ഉണ്ട്, അതുപോലെ ആൻസ് ഉണ്ട്. പിന്നെ ഇതെവിടെ കണ്ടില്ലേ, പക്ഷിയുടെ ഒരു രൂപം, ഇതുപോലത്തെ ഒരു പക്ഷിയുടെ രൂപത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് നോക്കേ, ജോയ് ദ ആൻഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ടീച്ചർ എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കോളൂ. എ കോളനി ഓഫ് ആൻസ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. ഒരു ആൻഡിൻ്റെ കോളനി എന്ന് പറയുന്നത് കുറേ ആൻസുകൾ ചേർന്നിട്ടാണ് ജീവിക്കുക അല്ലേ. കുറേ ഉറുമ്പ് ഒരുമിച്ചല്ലേ ജീവിക്കുക. ആ കുറേ ഉറുമ്പ് ഒരുമിച്ച് ജീവിക്കുന്ന ആ സിസ്റ്റത്തിനെ വിളിക്കും കോളനി എന്ന് കേട്ടോ. അപ്പോൾ കോളനി ഓഫ് ആൻസ്, കുറേ ഉറുമ്പുകളെ എന്താ നമ്മൾ പറയുക? കോളനി ഓഫ് ആൻസ്. അപ്പോൾ എ കോളനി ഓഫ് ആൻസ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. ഒരു കോളനി ഓഫ് ആൻസ് എന്ത് ചെയ്യാണ്? അവർ ഭക്ഷണം ശേഖരിക്കുകയാണ് അല്ലേ. ഗ്രെയിൻസ്, അരിമണികൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ ശേഖരിക്കുകയാണ്. They were collecting food for the cockroaches, their masters. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്, പറക്കി വെക്കുന്നത്, കളക്ട് ചെയ്യുന്നത്? അത് അവരുടെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ആരാണ് അവരുടെ മാസ്റ്റേഴ്സ്? കോക്രോച്ചസ് ആണ് അവരുടെ മാസ്റ്റേഴ്സ്. ഓക്കെ, ഹോ ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. ആ ഉറുമ്പുകൾ ഇതാ പണിയടിച്ച്, അവരുടെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം, പണിയെടുത്ത് ക്ഷീണിച്ച് വരികയാണ്. എന്നിട്ടും അവരെന്താ പറയുന്ന? മുന്നിൽ നടക്കുന്ന ഉറുമ്പ് എന്താ പറയുന്നേ? ഡു ഇറ്റ് ഫാസ്റ്റ്, ഒന്ന് വേഗം ചെയ്യല്ലേ, ഇത് വേഗം ചെയ്. ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. മാസ്റ്റേഴ്സ് ഇപ്പോൾ വരും. ഇനി നോക്കിയേ, മോം ഐ ആം ഹംഗ്രി. ആ സമയത്ത് ഒരു കുഞ്ഞു ഉറുമ്പ് പറഞ്ഞു, മോം ഐ ആം ഹംഗ്രി, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് അമ്മേ. ക്യാൻ വി ഈറ്റ് സം ഗ്രെയിൻസ്, ഞാനിൽ നിന്ന് കുറച്ച് ഗ്രെയിൻസ്, ധാന്യങ്ങൾ തിന്നോട്ടെ. അന്നേരം അമ്മ പറയണേ, നോ നോ ദ കോക്രോച്ചസ് വിൽ കിൽ അസ്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, ആ കോക്രോച്ചസ് വന്നാൽ നമ്മളെ കൊല്ലും എന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, അപ്പം എന്താ ഇവർക്ക് കോക്രോച്ചസിന് അത്രയും പേടിയല്ലേ. ദേ ആർ അഫ്രൈഡ് ഓഫ് കോക്രോച്ചസ്. അപ്പോൾ അവർക്ക് കോക്രോച്ചസിനെ ഭയങ്കര പേടിയാണ്. ആ കുഞ്ഞ് വിശന്ന് ക്ഷീണിച്ചിട്ട് ചോദിക്കുകയാണ്, മോം ഐ എം ഹംഗ്രി, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്. ക്യാൻ വി ഈറ്റ് സം ഗ്രെയിൻസ്, ഞാൻ കുറച്ച് ഗ്രെയിൻസ് കഴിച്ചോട്ടെ, ധാന്യങ്ങൾ കഴിച്ചോട്ടെ. അപ്പോൾ എന്താ നമ്മുടെ അമ്മ പറഞ്ഞത്, അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്താ പറയുന്നത്? നോ നോ ദ കോക്രോച്ചസ് വിൽ കിൽ അസ്. കോക്രോച്ച് വന്നാൽ നമ്മളെ കൊല്ലും. അങ്ങനെ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ വട്ടം കൂടിയിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. വി ആർ ടയേർഡ് ഓഫ് കളക്ടിങ് ഫുഡ് ഫോർ ദം. അവർക്ക് വേണ്ടി ഫുഡ് കളക്ട് ചെയ്ത് നമ്മളാകെ ക്ഷീണിച്ചു അല്ലേ, നമ്മളാകെ ക്ഷീണിച്ചു. വൈ ഷുഡ് വി വർക്ക് ഫോർ ദം, നമ്മൾ എന്തിനാണ് ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ. വൈ ഷുഡ് വി വർക്ക് ഫോർ ദം, നമ്മൾ എന്തിനാ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. പ്ലീസ് പേ സം ഗ്രെയിൻസ് ഫോർ അസ് അല്ലേ. അവർ കോക്രോച്ചസിനോട് പറയാണ്, നമുക്കും കുറച്ച് ഗ്രെയിൻസ് താന്ന് അല്ലേ. പാവങ്ങൾ പണിയെടുത്ത് വിശന്ന് പൊരിഞ്ഞിങ്ങനെ തളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, പ്ലീസ് പേ സം ഗ്രെയിൻസ് ഫോർ അസ്, നമുക്കും കുറച്ച് ഗ്രെയിൻസ് താ. അപ്പോൾ കോക്രോച്ച് ചോദിക്കുകയാണ്, വാട്ട്, എന്താ നിങ്ങൾ ചോദിച്ചത് അല്ലേ. ദ കോക്രോച്ചസ് ഹിറ്റ് ദ ആൻസ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്. കോക്രോച്ച് എന്ത് ചെയ്തു? ആ ആൻസിനെ ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ചു. ഹിറ്റ് ദ ആൻസ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്. എല്ലാ ഗ്രെയിൻസും, എല്ലാ ധാന്യങ്ങളും അവരെടുത്തു. ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് എന്താ പറഞ്ഞത്? ചവിട്ടി തെറിപ്പിച്ചിട്ട് എന്താ പറഞ്ഞത്? മൂവ് എവേ, ദൂരെ പോ അല്ലേ. മൂവ് എവേ, ദൂരം പോന്ന് പറഞ്ഞ് ചവിട്ടി തെറിപ്പിച്ച് ഫുൾ ഗ്രെയിൻസും അവരെടുത്തു. ദ കോക്രോച്ചസ് ഹിറ്റ് ദ ആൻസ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്. എല്ലാ ഗ്രെയിൻസും അവരെടുത്തു.
അങ്ങനെ നോക്കിയേ, ഇത് ആശുപത്രിയിലാ, വീട്ടിലെങ്ങാനായി തോന്നുന്നു അല്ലേ, ഹോസ്പിറ്റലിലെങ്ങാനായി തോന്നുന്നു. അപ്പം നോക്കിയേ, വി ഷുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്. ഈ അടി കിട്ടി ഉറുമ്പ്, ചവിട്ടി കിട്ടി ഉറുമ്പ് പറഞ്ഞു, വി ഷുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്. നമ്മൾ ഈ കോക്രോച്ചസിന് വേണ്ടി പണിയെടുക്കുന്നത്, പാറ്റകൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിർത്തേണ്ട സമയമായി അല്ലേ, നമ്മളിത് നിർത്തണം. ബാക്കിയുള്ള ഉറുമ്പുകൾ എന്ത് ചെയ്തു, അനുകൂലിച്ചു. യെസ്, ബട്ട് ദേ ആർ ബിഗ്. അതെ, നമ്മളിത് നിർത്തണം, ഈ പരിപാടി നമ്മൾ നിർത്തണം. പക്ഷെ എന്താ പ്രശ്നം, ദേ ആർ ബിഗ്. അവര് വലുതാണ്. ദേ ക്യാൻ കിൽ us. അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കൊല്ലാൻ പറ്റും അല്ലേ. വൺ ഡേ ജോ ദ ആൻഡ് കോൾഡ് ഹിസ് ഫ്രണ്ട്സ്. ഒരു ദിവസം ജോ എന്ന് പറയുന്ന ആൻഡ് അതിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കോക്രോച്ചസ്. നമ്മൾ ആർക്കെതിരെ ഫൈറ്റ് ചെയ്യണം, ആർക്കെതിരെ പോരാടണം, കോക്രോച്ചസിനെതിരെ പോരാടണം എന്ന് പറഞ്ഞു അല്ലേ. വൺ ഡേ ജോ ദ ആൻഡ് കോൾഡ് ഹിസ് ഫ്രണ്ട്സ്. ജോ എന്ന് പറയുന്ന ആൻസ് അതിൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കോക്രോച്ചസ്. നമ്മൾ കോക്രോച്ചസിനെതിരെ പോരാടണം. അപ്പോൾ ബാക്കിയുള്ള ഉറുമ്പുകൾ ചോദിച്ചു, ബട്ട് ഹൗ? പക്ഷേ എങ്ങനെ നമ്മൾ പോരാടും അല്ലേ, അവർക്കെതിരെ നമ്മൾ എങ്ങനെ പൊരുതും? അന്നേരം മറ്റൊരു ഉറുമ്പ് പറഞ്ഞു, ലെറ്റ്സ് ഫൈൻഡ് എ വേ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ലെറ്റ്സ് ഫൈൻഡ് എ വേ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. പെട്ടെന്ന് നമ്മുടെ ജോ പറഞ്ഞു, ഐ ഗോട്ട് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ കിട്ടി. ജോ എന്ന് പറയുന്ന ആൻഡ് എന്താ പറഞ്ഞത്, ഐ ഗോട്ട് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ കിട്ടി. ഓൾ എഗ്രീഡ് വിത്ത് ജോ. എല്ലാവരും ജോ പറയുന്നത് പോലെ കേട്ടു. The ants made a giant bird with leaves and sticks. നമ്മുടെ ഉറുമ്പുകൾ ഒരു വലിയ പക്ഷീനെ ഉണ്ടാക്കി. എങ്ങനെയാണ് പക്ഷീനെ ഉണ്ടാക്കിയത്? വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റിക്സ്. മരവും വടിക്കഷ്ണങ്ങളൊക്കെ വച്ച്, മരത്തിൻ്റെ ഇലകളൊക്കെ വച്ച് ഒരു ബേർഡിനെ ഉണ്ടാക്കി, ഒരു പക്ഷിയെ ഉണ്ടാക്കി. ദേ ഹാങ് ഇറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ആ പക്ഷീനെ അവരെവിടെ തൂക്കിയിട്ടു? ഒരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ തൂക്കിയിട്ടു. ഒന്നുകൂടെ വായിക്കാം. ദ ആൻസ് മെയ്ഡ് എ ജയന്റ് ബേർഡ് വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റിക്സ്. ലീവ്സും സ്റ്റിക്സും ഒക്കെ കൊണ്ട് എന്തുണ്ടാക്കി? ഒരു വലിയ ബേർഡിനെ ഉണ്ടാക്കി. ദേ ഹങ് ഇറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ ബ്രാഞ്ചിലേക്ക് ഇതിനെ തൂക്കിയിട്ടു. ദേ വെയിറ്റഡ് ഫോർ ദ മാസ്റ്റേഴ്സ് ടു കം. അവരാരെ വെയിറ്റ് ചെയ്തു? അവരുടെ മാസ്റ്റേഴ്സിനെ വെയിറ്റ് ചെയ്തു. ആരാ അവരുടെ മാസ്റ്റേഴ്സ്? കോക്രോച്ചസ് ആണ് അവരുടെ മാസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ അവരുടെ മാസ്റ്റേഴ്സിനെ വെയിറ്റ് ചെയ്തു. ഇനി നോക്കാം. ദ കോക്രോച്ചസ് കെയിം അഗെയിൻ. കോക്രോച്ചസ് വീണ്ടും വന്നു. ബട്ട് ദർ വേർ നോ ഗ്രെയിൻസ്. അവിടെ എവിടെയും എന്തില്ലായിരുന്നു? അവിടെ എവിടെയും ധാന്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ കോക്രോച്ചസ് ചോദിച്ചു, വേർ ഇസ് അവർ ഫുഡ്? എവിടെ ഞങ്ങളുടെ ഭക്ഷണം അല്ലേ? കോക്രോച്ചസ് വന്ന് ചോദിച്ചു, എവിടെ ഞങ്ങളുടെ ഭക്ഷണം? വേർ ഇസ് അവർ ഫുഡ്? ഞങ്ങളുടെ ഫുഡ് എവിടെയെന്ന് ചോദിച്ചു. ജോ കമാൻഡഡ് ടു റിലീസ് ദ ബേർഡ്. ജോ എന്ത് ചെയ്തു? ഒരു കമാൻഡ് കൊടുത്തു, ഒരു ആജ്ഞ കൊടുത്തു. എന്താ? ആ ബേർഡിനെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട്. ടു റിലീസ് ദ ബേർഡ്. ഓ എ ബിഗ് ബേർഡ്. ഓക്കെ, ഓ എ ബിഗ് ബേർഡ്. ഇതാ നോക്കി, ഒരു വലിയ പക്ഷി പാറി വരുന്ന. പാറ്റകൾക്ക് ആരെ പേടിയാണ്? പക്ഷികളെ പേടിയാണ്. കാരണം എന്താ? പക്ഷികൾ ഇതിനെ കൊത്തി തിന്നും. അങ്ങനെ ഇതാ അവർ ഇതിനെ കണ്ട് പേടിച്ചോടി. ഓ എ ബിഗ് ബേർഡ്, റൺ, ഇറ്റ് വിൽ ഈറ്റ് us. ഇത് നോക്കിയാൽ അത് നമ്മളെ തിന്നും. ഓടിക്കോ അല്ലേ? റൺ, ഇറ്റ് വിൽ ഈറ്റ് us. ഓടിക്കോ, ഇത് നമ്മളെ തിന്നും. ദ ആൻഡ്സ് താങ്ക്ഡ് ജോ. ആൻഡ്സ് ആരോട് താങ്ക് യു പറഞ്ഞു? നമ്മുടെ ജോ എന്ന് പറയുന്ന ആൻഡിനോട് താങ്ക് യു പറഞ്ഞു അല്ലേ. ജോ, യു ആർ അവർ ഹീറോ. ജോ, നീയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞ് ആ ആൻഡിനെ അഭിനന്ദിച്ചു. മനസ്സിലായല്ലോ? അപ്പം നല്ല കഥയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അത് മാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് കൃത്യമായി നോക്കുക കേട്ടോ. നോക്കിയേ, ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. ഡു ഇറ്റ് ഫാസ്റ്റ്. എന്താണ് ഫാസ്റ്റായി ചെയ്യേണ്ടത്? മാസ്റ്റേഴ്സ് ഇപ്പം വരും. എന്താണ് ഫാസ്റ്റായി ചെയ്യേണ്ടത്? കളക്ട് ചെയ്യണം അല്ലേ? കളക്ട് ദ ഗ്രെയിൻസ്. അപ്പം കളക്റ്റിലേക്കാണ് അതിനെ മാച്ച് ചെയ്യേണ്ടത്. അടുത്തത്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. ഓർമ്മയില്ലേ നമ്മുടെ റോബോയുടെ പാഠം? ആ റോബോയുടെ പാഠത്തിൽ പറയുന്നില്ലേ, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. എന്തിൻ്റെ ഡീറ്റെയിൽസ് ആ നോട്ടീസ് ബോർഡിൽ ഇട്ടത്? മാജിക്കിൻ്റെ അല്ലേ? റോബോയുടെ പാഠം ഓർമ്മിക്കണേ. റോബോയുടെ പാഠത്തിൽ പറയുന്നുണ്ട് മാജിക്കിൻ്റെ ഡീറ്റെയിൽസ് എവിടെ ഇട്ടിട്ടുണ്ട്? സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. അതിനെ മാജിക്കിലേക്ക് എന്ത് ചെയ്യണം? അതിനെ മാച്ച് ചെയ്യണം. അടുത്തത്, ഓ എ ബിഗ് ബേർഡ്. ഇത് കണ്ടിട്ട് അവർ പേടിക്കുകയല്ലേ ചെയ്തത്?
അഫ്രൈഡ്. ഓക്കെ, അത് അവിടെ മാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓ, എ ബിഗ് ബേർഡ്. എൻ്റെ ഉമ്മീതാ നോക്കിയേ, ഒരു വലിയ പക്ഷി അല്ലേ? അപ്പോൾ അഫ്രൈഡിലേക്ക് മാച്ച് ചെയ്യാം. ദെൻ മൂവ് എവേ. മൂവ് എവേ, ദൂരെ പോന്ന് പറഞ്ഞിട്ട് കോക്രോച്ചസ് എന്താ ചെയ്തത്? ഉറുമ്പുകളെ, ആൻസിനെ ഹിറ്റ് ചെയ്തു അല്ലേ? അടിച്ചു കാലോണ്ട് ചവിട്ടി. അപ്പം മൂവ് എവേ എന്നുള്ളത് ഹിറ്റുമായിട്ട് മാച്ച് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ റോബോയുടെ പാഠം? ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ റോബോയുടെ പാഠത്തിൽ നിന്നാണ് ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഈ ഫ്ലോറിലെത്തുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞു അല്ലേ? അതെന്താണ്? എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞതാ. അപ്പോൾ എക്സൈറ്റഡിലേക്ക് അതിനെ മാച്ച് ചെയ്യണം. ലാസ്റ്റ് വൺ, വാവ്, അമേസിങ്. വാവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം അല്ലേ? അതായത് എക്സ്ക്ലെയിംഡിലേക്ക് വേണം അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വാവ്, അമേസിങ്. ഓ, സൂപ്പർ തന്നെ അല്ലേ? അതെന്താണ്? എക്സ്ക്ലെയിംഡിലേക്ക് വേണം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതെന്ത് ചെയ്യുക? ഒന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെക്കുക. ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിലെ പാഠഭാഗങ്ങൾ. ഇനി നമ്മൾ പഠിക്കുക ആക്ടിവിറ്റി ബുക്കായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം ഇനി മുതലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് എക്സാമിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ദിവസവും ഡിസ്കസ് ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻ, ഒരുപാടൊന്നും ഒരു ദിവസം പറയില്ല, കുറച്ചായിട്ട് നമ്മൾ പഠിച്ചു പോവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇപ്പോഴേ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. അപ്പോൾ നല്ല മക്കളായി മിടുക്കരായി പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്ക് ഗുഡ് ബൈ. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾ ഇടാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.